ഇന്നത്തെ വീഡിയോ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നതിന് പകരം അമേരിക്കയിലുള്ള ചില കളികൾ. LICയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അദാനി കമ്പനിയിലേക്ക് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത വാഷിങ്ടൺ പോസ്റ്റ് അടിച്ചിറക്കുകയുണ്ടായി. ഇത് പഴയ വാർത്തയാണ്, ഇന്ത്യക്കുള്ളിലെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഷോർട്ട് സെല്ലിംഗ് നടത്തുന്ന കമ്പനിയായിട്ടുള്ള ഹിൻഡൻബർഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിനെ തുടർന്ന് ഇന്ത്യക്കുള്ളിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതാണ്. അതിന് LIC അന്ന് തന്നെ ക്ലാരിഫിക്കേഷൻ കൊടുത്തതുമാണ്. ഇനി LIC ഈ അദാനിയിൽ മാത്രമല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. LIC ടാറ്റയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലൂ ചിപ്പ് കമ്പനികളുമായിട്ടുള്ള പല കമ്പനികളിൽ LIC ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ടാറ്റയിലേക്ക് ചെയ്തിരിക്കുന്ന എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും തുച്ഛമായ 1% എമൗണ്ട് മാത്രമാണ് അദാനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നല്ല രീതിയിലുള്ള റിട്ടേൺസും കിട്ടിയിട്ടുണ്ട്. ഇതാണ് LIC കൊടുത്ത എക്സ്പ്ലനേഷൻ. ഇനി അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇതിനകത്ത് എന്താണ് കാര്യം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുടെ അജണ്ടയാണ്. LICയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളിലുള്ള ഓപ്പോസിറ്റ് പാർട്ടി അഥവാ പ്രതിപക്ഷത്തിന് നല്ല രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ സഭയിൽ ഉന്നയിക്കാം. അത് ഇന്ത്യക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇന്ത്യക്ക് മേളിൽ താരിഫ് മേടിച്ച് തന്നിട്ട് ഇന്ത്യ ഒരു രീതിയിൽ മുന്നോട്ട് പോകണ്ട, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കക്കാരൻ എന്തിനാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്? അതിനെന്താണ് ആവശ്യം നോക്കിക്കഴിഞ്ഞാൽ, അതായത് അവരുടെ രാജ്യത്ത് പല വിഷയങ്ങളുണ്ട്, അതിനെ ഫോക്കസ് ചെയ്യാൻ അവർക്ക് ടൈമില്ല. ഇപ്പോൾ ഇതിനകത്ത് ഞാനൊരു വിഷയം കൂടി എടുത്തുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നു. ട്രംപ് ഇപ്പം വല്ലാത്ത തിരക്കിലാണ്. ട്രംപ് ഇപ്പോൾ റെയർ എർത്ത് എലമെന്റ്സ് ഓടി സൈൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട തിരക്കിലാണ്. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ പലരും ട്രംപിൻ്റെ ആരാധകരായിട്ടുള്ള ആൾക്കാർ ട്രംപിനെ കണ്ടോ പല രീതിയിലുള്ള റെയർ എർത്ത് എലമെന്റ്സ് ഒക്കെ സൈൻ ചെയ്ത് അമേരിക്കയ്ക്ക് പല രീതിയിലുള്ള ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന ട്രംപ് എന്ന് പറഞ്ഞിട്ടാണ് മെഗാ ടീമിലുള്ള ആൾക്കാരൊക്കെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ആ ടീമിലുള്ള ആൾക്കാരൊക്കെ ട്രംപിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ കാര്യം മനസ്സിലാക്കണം, ഈ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് സൈൻ ചെയ്തിരിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ വളരെ തുച്ഛമായ തോതിൽ മാത്രം റെയർ എർത്ത് എലമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അത് ഒരു രീതിയിലും വലിയ ഗ്ലോബൽ മാർക്കറ്റിൽ അവർക്ക് ഒരു സ്ഥാനങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള രാജ്യങ്ങൾ മാത്രമാണ്. പിന്നെ അത് ഫോർ എക്സാമ്പിൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലിയം എന്ന് പറഞ്ഞൊരു എലമെന്റിനെ കുറിച്ച് മാത്രം പറയാം. ഫോർ എക്സാമ്പിൾ ഈ ഗാലിയം എന്ന് പറയുന്നത് മൊബൈൽ ആയിക്കോട്ടെ, അതേപോലെ ചിപ്പ് മേക്കിങ്ങിലായിക്കോട്ടെ, അതേപോലെ തന്നെ ഈ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട, അതേപോലെ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട പല എക്യുപ്മെന്റ്സ് മാനുഫാക്ചറിങ്ങിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റാണ് ഈ ഗാലിയം. ഈ ഗാലിയം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 1 ടൺ ബോക്സൈറ്റ് പ്രോസസ്സിംഗിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഗാലിയം എന്ന് പറയുന്നത് വെറും 35 മുതൽ 40 ഗ്രാം മാത്രമേ കിട്ടുള്ളൂ. 35 മുതൽ 40 ഗ്രാം. ഈ 1 ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 കിലോ. 1000 കിലോ ബോക്സൈറ്റ് പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് 35 ഗ്രാം ഗാലിയം കിട്ടുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ അതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് പ്രാധാന്യം കൂടുന്നത് പറഞ്ഞാൽ അവരുടെ അടുത്ത് ഈ റിഫൈനിങ് കപ്പാസിറ്റി കൂടുതലാണ്. അതുപോലെ പല റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിയാലിറ്റി, യാഥാർത്ഥ്യം ഇങ്ങനെയാണ്. ഇത് മനസ്സിലാക്കാണ്ടാണ് ട്രംപ് അവിടെ പോയി സൈൻ ചെയ്യുന്നത്, ഇവിടെ പോയി സൈൻ ചെയ്യുന്നു പറഞ്ഞാൽ അമേരിക്കയുടെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ അത് പര്യാപ്തമല്ല. ഡൊണാൾഡ് ട്രംപ് ജപ്പാനിൽ പോയല്ലോ. ജപ്പാനിൽ പുതിയ പ്രധാനമന്ത്രിയാണ് ഈ ടകൈഷി. വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ട്രംപിനെ വരവേറ്റത്. എല്ലാം ഓക്കെയാണ്, രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാ സംഗതികളെല്ലാം ഓക്കെയാണ്. ട്രംപിന്റെ പൾസ് അനുസരിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇരുന്ന പ്രൈം മിനിസ്റ്ററിന്റെ ടീം അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് താരിഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റ്, ഒരു ട്രേഡ് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് ഡീൽ 25% താരിഫ് എന്നുള്ള നിലയിലാണ് ഒരു ട്രേഡ് ഡീൽ സൈൻ ചെയ്തത്. പക്ഷേ ആ സാഹചര്യത്തിലും ഈ 25% താരിഫ് എന്നുള്ളതിൽ ജപ്പാൻ സാറ്റിസ്ഫൈഡ് അല്ല. അതിലും കുറവ് വേണമെന്നാണ് അവർ പറയുന്നത്. കാരണം അവരുടെ ഇലക്ട്രിക് കാർ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഈ ഒരു താരിഫ് ഇനത്തിൽ അവർ പ്രൈസ് ഹൈക്കിംഗ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. അതുകൊണ്ട് കോമ്പറ്റീറ്റർ പ്രൈസിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിയോജിപ്പ് അവർക്ക് ഇപ്പോഴും ഉണ്ട്. അതിപ്പം ടെക്കൈഷി വന്നതുകൊണ്ട് മാത്രം അത് മാറാനൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അന്ന് ജപ്പാൻ ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, $550 ബില്യൺ ഞങ്ങൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താമെന്നുള്ളത്. പക്ഷേ അന്ന് ഇതിനകത്തൊരു തർക്കമുണ്ടായിരുന്നു. ആ തർക്കം നമ്മൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ തർക്കം എന്താണെന്ന് പറഞ്ഞാൽ $550 ബില്യൺ അമേരിക്കയുടെ ഉള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ വരുമാനത്തിൽ 50-50 എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇൻവെസ്റ്റർ ജപ്പാനും കിട്ടുന്ന ലാഭത്തിൽ 50% അമേരിക്കയ്ക്ക് വേണമെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു വ്യവസ്ഥ മനസ്സിലായല്ലോ. അവിടെ തർക്കം രൂപപ്പെട്ടിട്ടാണ് ഈ കഴിഞ്ഞ ഗവൺമെന്റ് ഈ ഒരു $550 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ഹോൾഡ് ചെയ്ത് അതിനെ തടഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ എന്തായാലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ എപ്പോൾ ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു കൺഫർമേഷൻ കൊടുക്കാണ്ട് ഇവർ ട്രേഡ് ഡീലിൽ ഒപ്പുവെച്ചിട്ട് വന്നിട്ട് പ്രൈം മിനിസ്റ്റർ സ്ഥാനം ഒഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രി ജപ്പാനിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ ജപ്പാനിൽ ട്രംപ് പോയപ്പോഴത്തേക്കും അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് തന്നെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ $550 ബില്യൺ ജപ്പാൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം അമേരിക്കയുടെ ഉള്ളിൽ. അമേരിക്ക പറയുന്ന സമയത്ത് അമേരിക്ക പറയുന്ന മേഖലകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. അപ്പൊ അതിന് ഒരു ഏരിയ ഓപ്ഷണൽ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അലാസ്ക മേഖലയിലുള്ള ഒരു എനർജി സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണെങ്കിൽ അത്രത്തോളം ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്ന ഏരിയ അല്ല ഈ അലാസ്കയിൽ ട്രംപ് ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ $550 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആ എമൗണ്ട് ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് അല്ലാതായിരിക്കുന്നു. ഇപ്പം
ഇപ്പൊ അത് കടം എന്നുള്ള അവസ്ഥയിലായിരിക്കുകയാണ്, ഡെറ്റാണ്. അതായത് അമേരിക്ക ജപ്പാനിൽ നിന്ന് കടം വാങ്ങി 550 ബില്യൺ അവരുടെ മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യാണ്. അപ്പൊ എന്നിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഇതിനകത്ത് ഈ 550 ബില്യൺ തിരിച്ചടവ് ഈ 550 ബില്യൺ ജപ്പാനിലേക്ക് തിരിച്ചടവ് അടയ്ക്കുന്നത് വരെ 50-50 ആണ് ഈ ലാഭത്തിന്റെ വിഹിതം. അതായത് ഈ 550 ബില്യൺ എവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്, അതിൽ നിന്നും കിട്ടുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, അതിൽ 50% അമേരിക്കയ്ക്കും 50% ജപ്പാനും. അപ്പൊ ഈ 50% വാങ്ങിച്ച് ഇങ്ങനെ 550 ബില്യൺ ആയി ഈ ജപ്പാൻ മുടക്കിയ മുടക്ക് മുതൽ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള വരുമാനത്തിൽ നിന്ന് 10% മാത്രം ജപ്പാന് കിട്ടും, ബാക്കി 90% അമേരിക്കയ്ക്കാണ്. അപ്പൊ അതായത് കടം വാങ്ങി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ഇപ്പൊ ഇതിനകത്ത് അമേരിക്ക ചെയ്യാൻ പോകുന്നത് എന്താണ്, അമേരിക്കയ്ക്ക് ഇപ്പൊ നല്ല രീതിയിൽ ഈ 550 ബില്യൺ അങ്ങോട്ട് എടുക്കണം ജപ്പാന്റെ കയ്യിൽ നിന്ന്, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഏതെങ്കിലും ഒരു ലോ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കമ്പനിയെ ചൂണ്ടിക്കാണിച്ചിട്ട് എവിടെയാണ് ഇവർ ജപ്പാനെ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു മിനിമം ഒരു 25 മുതൽ ഒരു 50 വർഷം ഇങ്ങനെ വലിച്ചഴച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അവർ തുടർച്ചയായിട്ട് അമേരിക്കയുടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഈ കമ്പനിയുടെ പ്രോഫിറ്റ് വളരെ ലോ പ്രോഫിറ്റ് ആയിട്ട് തന്നെ കണക്ക് കാണിക്കും. അപ്പൊ അങ്ങനെ ഈ ഒരു കടം ചെറുങ്ങനെ ജപ്പാൻ ഇങ്ങനെ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും, ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ട് പോകും കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു 550 ബില്യൺ എന്ന് പറയുന്നത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൽ വരച്ച വരയാണ്, അതങ്ങ് പോയി കിട്ടി, അത്ര തന്നെ. ഇതാണ് ഇപ്പോൾ പൊതുവിൽ നമുക്ക് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പറയും എവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത് എന്നുള്ള രീതിയിൽ അവർ പ്രൊപ്പോസൽ കൊടുത്തു കഴിഞ്ഞാൽ 60 ദിവസത്തെ ടൈം, വിത്തിൻ 2 മന്ത്സിനകത്ത് ഈ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കണം. ഇപ്പൊ നിലവിൽ ഞങ്ങൾ പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മതി, ഒരു ടൈം ലൈൻ ഉണ്ട് എന്നുള്ള നിലയിലാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ട്രംപ്. പക്ഷേ യഥാർത്ഥത്തിൽ ട്രംപ് പ്രൊപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ബാക്ക് ഓഫീസിൽ ഇപ്പോൾ വർക്ക് നടക്കുകയാണ്. അവർ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയ കണ്ടെത്തി ഇപ്പൊ ജപ്പാൻ അറിയിക്കും. അപ്പൊ ജപ്പാൻ 2 മാസത്തിനകത്ത് തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ട് നടത്തണം. ഇൻവെസ്റ്റ്മെന്റ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്, അതായത് ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രേഡ് ഡീൽ വെച്ചിട്ടുണ്ടല്ലോ, ആ ട്രേഡ് ഡീൽ അങ്ങ് ക്യാൻസൽ ചെയ്യും. ഇതാണ് ട്രംപ് ജപ്പാൻ കൊടുത്തിരിക്കുന്ന പണി. ഓക്കെ, ഇത് ഓക്കെ ആയല്ലോ. അപ്പൊ ഇനിയിപ്പോൾ ടെക്കൈഷി എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത് എന്നുള്ളത് ഇനി കണ്ടറിയണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുരുക്കാണ്. ഈ കുരുക്ക് എങ്ങനെ അഴിച്ചെടുക്കുന്നുള്ളത് നമുക്കറിയില്ല. ഇനി ഞാൻ LICയുടെ വിഷയം പറഞ്ഞല്ലോ, അതിനൊരു കാരണമുണ്ട്. കാരണം ഈ പൈസയുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിന്റെ ഓഫീസ് നടത്തുന്ന തിരിമറികൾ. ഈ തിരിമറി എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ 1930കളിൽ റൂസ്വെൽറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടാക്കിയ ഒരു പോളിസി ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഒരു ഫണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഡോളറിന്റെ കറൻസി വിനിമയത്തിൽ എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുകയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, കറൻസി എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഇമീഡിയറ്റ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫണ്ട്, അതാണ് റൂസ്വെൽറ്റ്. അന്നത്തെ കരുതലുള്ള ആൾക്കാർ ചെയ്തു വെച്ചിരുന്ന പരിപാടികളാണ്. ഇപ്പം ട്രംപ് അതിനകത്ത് കൈയിട്ടിരിക്കുകയാണ്. അതിനകത്ത് കൈയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇതിന് കോൺഗ്രസിന്റെ അപ്രൂവലിന്റെ ആവശ്യമൊന്നുമില്ല ഈ ഫണ്ട് എടുത്ത് ചെലവാക്കാൻ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ മിലായ്, ഈ അർജന്റീന എന്ന് പറഞ്ഞ ഒരു രാജ്യമുണ്ടല്ലോ, അർജന്റീന. ഈ അർജന്റീനയെ എല്ലാവരും പറഞ്ഞിരുന്നത് ഭയങ്കരമായിട്ടുള്ള എക്കണോമിക് ബൂമിംഗ് ഉണ്ടാകുന്ന ഒരു രാജ്യമാണ്, ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്, ഫാസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ് എന്നുള്ള നിലയിലൊക്കെ ഇന്ത്യയുമായിട്ട് കമ്പാരിസൺ നടത്തിയിരുന്ന രാജ്യമാണ് അർജന്റീന. ഇതിനു മുമ്പ് അർജന്റീന ഭരിച്ചുകൊണ്ടിരുന്ന ലീഡർക്ക് ശരിക്കും ബ്രിക്സിനോട് ചേർന്ന് ഏഷ്യൻ ഗ്രൂപ്പിൽ നിലനിൽക്കണം എന്നാണ് താല്പര്യം. അപ്പൊ അയാളെ പിടിച്ച് ജയിലിലിട്ടിട്ട് ഈ മിലായ് എന്ന് പറഞ്ഞ ഈ ഒരു നേതാവിനെ കൊണ്ടുവന്ന് അവിടെ വിജയിപ്പിച്ചെടുത്തതാണ്. ഇത് അമേരിക്കയുടെ കളിയാണ്. കാരണം അർജന്റീന ബ്രിക്സിലോട്ട് പോകണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനം. അപ്പൊ അങ്ങനെ പല സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അർജന്റീനയെ അവരുടെ ചേരിയിലേക്ക് വലിക്കാൻ വേണ്ടിയിട്ട് ഈ മിലായ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഫണ്ട് ചെയ്ത് ഇവർ ഇലക്ഷനിൽ നിർത്തി ഇവർ കൊണ്ടുവന്നു, വിജയിപ്പിച്ചെടുത്ത് റെഡിയാക്കി. അപ്പൊ ആ രാജ്യത്തിന്റെ തലപ്പത്ത് കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, അങ്ങനെ ഇയാൾ വന്ന ഉടനെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ അമേരിക്കൻ സൈഡിൽ നിന്നും ഈ അർജന്റീനയ്ക്കുള്ളിൽ നല്ല രീതിയിൽ ഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഫണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരാണ് ഫണ്ട് ചെയ്തത് എന്ന് അതിലേക്ക് വരാം. അതിന് മുമ്പ് ഇപ്പൊ നിലവിൽ ട്രംപ് എന്താണ് മിലയ്ക്ക് ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാൽ, ഈ മിലയ് അർജന്റീന സമ്പൂർണ്ണ തകർച്ചയിലാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം തന്നെ ഈ മിലയുടെ കുടുംബത്തിൽ തന്നെയുള്ള ആൾക്കാർ തന്നെ ആ ഇൻവെസ്റ്റ്മെന്റുകൾ വാങ്ങി അവരുടെ പേരിലുള്ള കമ്പനികൾ രൂപീകരിച്ച് ഈ രാജ്യത്തിന് വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം അവരുടെ സ്വന്തം പോക്കറ്റിലേക്ക് ഇടുന്ന പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അർജന്റീനയിൽ എക്സ്പോസ് ആയി. ഈ എക്സ്പോസ് ആയ ഉടനെ ഈ അമേരിക്കയുടെ ഈ ഒരു അർജന്റീന ഒരു എക്കണോമിക് ബൂമിംഗ് ഉള്ള ഒരു രാജ്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിനൊരു വിള്ളലാണ് അവിടെ വീഴുന്നത്. കാരണം എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ അവിടെ പൈസ മുടക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ നഷ്ടക്കച്ചവടമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലുള്ള ഹെഡ്ജ് ഫണ്ട് എന്ന് പറഞ്ഞ കമ്പനി അർജന്റീനയുടെ ഉള്ളിൽ ധാരാളം ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഈ മിലായ് എന്ന് പറഞ്ഞ ഈ ഒരു നേതാവിന് അർജന്റീനയുടെ ഉള്ളിൽ പോപ്പുലാരിറ്റി കുറയുകയാണ്. കാരണം ഈ ഒരു കറപ്ഷൻ. അപ്പൊ ഇങ്ങനെ പോപ്പുലാരിറ്റി കുറഞ്ഞ അവസ്ഥയിൽ ട്രംപിനെ വിളിച്ച് സംസാരിക്കുകയാണ്. അതായത് പോപ്പുലാരിറ്റി കുറഞ്ഞിരിക്കുകയാണ്, അമേരിക്കയുടെ സൈഡിലുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ഇവിടെ അർജന്റീനയിലുണ്ട്, അതിനെല്ലാം തന്നെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാവും. അതിന്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ROI കുറവുണ്ടാവും. ഇങ്ങനെയുള്ള സങ്കടം പറച്ചിലൊക്കെ ആയ ഉടനെ തന്നെ എന്നാ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ അർജന്റീനയുടെ പിസോ തരൂ, ഞാൻ അതിന് പകരം ഒരു $20 ബില്യൺ നിങ്ങൾക്ക് തരാം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് പോരാ എന്ന് പറഞ്ഞ് അതും പോരാ, അതിൽ നിൽക്കില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴത്തേക്കും ഒരു അഡീഷണൽ ആയിട്ട് ഒരു $20 ബില്യൺ കൂടി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് $40 ബില്യൺ ആണ് കൊടുത്തിരിക്കുന്നത്.
അതിൽ $20 ബില്യൺ കൊടുത്തിരിക്കുന്നത് അമേരിക്കയുടെ ഈ 1930 രൂപീകൃതമായ ഈ റൂസ്വെൽറ്റ് സ്ഥാപിച്ച എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ അപ്രൂവൽ ഒന്നുമില്ല, ട്രംപ് നേരിട്ട് അങ്ങ് എടുത്ത് കൊടുത്തു. ഓക്കെ, ഗോ ആൻഡ് എൻജോയ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇനി അഡീഷണൽ ആയിട്ട് 20 ബില്യൺ എവിടെ നിന്നാണ് സംഘടിപ്പിച്ചത്? പ്രൈവറ്റ് ഫേമിൽ നിന്നാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന്, അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന് വാങ്ങിയിട്ട് വീണ്ടും 20 ബില്യൺ സമാഹരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി 20 ബില്യൺ കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു അടുത്തൊരു 20 ബില്യൺ അർജന്റീനയിലേക്ക് കൊടുക്കും. അത് എങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ മിലായ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഇലക്ഷനിൽ വിജയിപ്പിക്കണം. എന്നിട്ട് ട്രംപ് ഓപ്പൺ ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്, അമേരിക്ക ഓപ്പൺ ആയിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്, ഈ മിലായ് വിജയിച്ചാൽ മാത്രമാണ് അർജന്റീനയിലേക്ക് ഈ 20 ബില്യൺ അഡീഷണൽ വിജയിച്ചാൽ മാത്രമേ തരികയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ ഒരു പോൾ സർവേയിൽ ഇപ്പം മിലായ്ക്ക് നല്ല രീതിയിലുള്ള പോപ്പുലാരിറ്റി വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ആ രാജ്യത്തുള്ള ജനങ്ങൾ പേടിച്ചിട്ടാണ്. കാരണം ഇനിയിപ്പോൾ ഈ പൈസ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് പട്ടിണി അടക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളിപ്പം മിലയെ സപ്പോർട്ട് ചെയ്യേണ്ട നിർബന്ധിത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെ ഒരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ഡെമോക്രസിയിൽ കൈകടത്തുന്ന രംഗമാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ രീതിയിലാണ് മറ്റൊരു രാജ്യത്തിന്റെ സോവറിനിറ്റിയിൽ കയറി ഇടപെടുന്ന അമേരിക്ക. ഇതൊക്കെ പണ്ടത്തെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രീതിയാണ്. അപ്പൊ ഇത് പറയുമ്പോഴത്തേക്കും ട്രംപ് പറയുന്നത് അർജന്റീന നമ്മളെ പോലെ ഒരു ക്യാപിറ്റലിസത്തിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്, അവരുടെ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ സങ്കല്പം അങ്ങനെയാണ്, നമുക്കും അവർക്ക് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്, എന്നിട്ടാണ് ഈ പൈസയൊക്കെ അങ്ങോട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ അർജന്റീന ഇതേപോലെ 9 തവണ ഡീഫോൾട്ടറായ ഒരു രാജ്യമാണ്. 9 തവണ ഇതേപോലെ അമേരിക്കയുടെ കയ്യിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്ന് പൈസ മേടിച്ചിട്ട് തിരിച്ചടവ് അടയ്ക്കാൻ പറ്റാതെ, ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല, സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഇരന്ന് മുന്നോട്ട് പോയിരുന്ന ചരിത്രമുള്ള രാജ്യമാണ് അർജന്റീന. ഓക്കെ, അപ്പോൾ ഈ ഒരു $40 ബില്യൺ തിരിച്ചു കിട്ടുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്, ട്രംപിൻ്റെ അടുത്ത് ചോദിച്ചോണം, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഈ ഹെഡ്ജ് ഫണ്ടിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ജോ ബൈഡൻ ഭരിച്ചിരുന്ന സമയത്ത് ഹെഡ്ജ് ഫണ്ട് അമേരിക്കയിൽ നിന്നും അർജന്റീനയിലേക്ക് നടത്തിയ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഇന്നത്തെ ട്രംപിന്റെ ഭരണകൂടം വിഷമിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അപ്പൊ എവിടെയോ ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ഇല്ലേ? ഒരു ലിങ്ക് ഉണ്ട്. ഈ ഹെഡ്ജ് ഫണ്ട് നടത്തിയിരുന്ന ആരാണ്? ജോർജ് സോറസ്. ഈ ജോർജ് സോറസിന്റെ അന്നത്തെ ഹെഡ്ജ് ഫണ്ടിൽ വലിയ പൊസിഷനുകളെല്ലാം വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഇന്നത്തെ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി അഥവാ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ സ്കോട്ട് ബെസന്റ്. അപ്പൊ ജോർജ് സോറസിനെയും ട്രംപിനെയും കണക്ട് ചെയ്യുന്ന, അതായത് പഴയ സർക്കാരിനെയും പുതിയ സർക്കാരിനെയും കണക്ട് ചെയ്യുന്ന ഡെമോക്രറ്റുകളുടെ വക്താവാണ് ഒരു പാർഷ്യലി, അതായത് ഞാൻ റിപ്പബ്ലിക്കൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനോടൊപ്പം നിൽക്കുകയും അതേസമയം ഡെമോക്രറ്റുകൾ നടത്തിയ ഫണ്ടിങ് സമയം, അതായത് ഈ ഹെഡ്ജ് ഫണ്ടിൽ ജോർജ് സോറസിനോടൊപ്പം സ്കോട്ട് ബെസന്റ് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന സമയത്ത് ചെയ്ത ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് സ്കോട്ട് ബെസന്റ് കാണിക്കുന്ന താല്പര്യമാണ് ഇപ്പം നിലവിൽ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് $40 ബില്യൺ അമേരിക്ക കൊടുത്തിരിക്കുന്നത്. ഇത് അമേരിക്കൻ ജനങ്ങൾക്ക് അറിവുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അമേരിക്കയുടെ ഉള്ളിലുള്ള പല പത്രങ്ങളിലും ഇത് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇവർ ഈ നിലവിലുള്ള ട്രംപിന്റെ ഒരു ഹണിമൂൺ പീരീഡ് ആയതുകൊണ്ട് ഇവരെല്ലാം ഒഴിവാക്കുകയാണ്. പക്ഷേ ഇത് പിന്നീട് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് ട്രംപ് ചെയ്യുന്ന ഒരു തരികിട പരിപാടിയുണ്ട്. ആ തരികിട പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ എപ്പോഴും ഈ സ്റ്റോക്കിന്റെ വാല്യൂ, ഈ ട്രംപ് എപ്പോഴും ഓർക്കുമ്പോൾ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയ്ക്ക് മേളിൽ താരിഫ്, ചില പ്രോഡക്റ്റുകൾക്ക് മേളിൽ പ്രത്യേകിച്ച് താരിഫ്, ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നില്ലേ? ഇതിൽ പുള്ളിക്കാരൻ കൊണ്ടുവന്ന ഒരു താരിഫാണ് ചിപ്പിന്റെ മേളിലുള്ള താരിഫ്. ഇത്ര ശതമാനം കട്ട് ഓഫ് തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഈ താരിഫിൽ പുള്ളി എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇന്റൽ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഇതും ഒരു ചിപ്പ് മാനുഫാക്ചറിംഗുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ്. അപ്പൊ ഈ പല കമ്പ്യൂട്ടറുകളിലും ഇതിന്റെ മദർ ബോർഡുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ കമ്പനിയുമായിട്ട്, ഇത് വലിയ കമ്പനിയാണ്, ഈ കമ്പനിയിൽ 10% സ്റ്റേക്ക് അമേരിക്കൻ ഗവൺമെന്റ് ഓൺ ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഓൺ ചെയ്തത്? ഇപ്പൊ റീസെന്റ് ആയിട്ട് ഓൺ ചെയ്തതാണ്. അതായത് ഈ ചിപ്പിന്റെ മേളിലുള്ള താരിഫ് കൊണ്ടുവന്ന് ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കടത്തിന് സ്റ്റേക്ക് ഹോൾഡർ ആയിരിക്കുകയാണ്. ഇതേപോലത്തെ പരിപാടികളൊക്കെ ലോകത്ത് ആരെങ്കിലും കാണിക്കുമ്പോൾ വെച്ചാൽ ഇതേപോലത്തെ തരികിട ബിസിനസ്സുകളൊക്കെ ട്രംപിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്റൽ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിക്കോട്ടെ, അത് പ്രൈവറ്റോ ഏത് രീതിയിലും ആയിക്കോട്ടെ, പക്ഷേ അത് പ്രൈവറ്റ് കമ്പനിയാണ്. ആ സാഹചര്യത്തിൽ ട്രംപ് 10% ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഇന്റൽ കമ്പനിയുടെ സ്റ്റേക്ക് എഴുതി ചേർത്തിരിക്കുകയാണ്. മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് ഈ 10% ഷെയർ ഇന്റൽ കോർപ്പറേഷനിൽ നിന്നും ട്രംപ് വാങ്ങിച്ചിരിക്കുന്നത്. ട്രംപ് മീൻസ് അമേരിക്കൻ ഗവൺമെന്റിന് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇത് ഏതാണ്ട് $8.9 ബില്യൺ വർത്ത് വരും. മാർക്കറ്റ് വിലയേക്കാളും എത്രയോ മടങ്ങ് കുറവാണ്. $8.9 ബില്യൺ അമേരിക്കൻ ഗവൺമെന്റ് ഇന്റലിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവരുടെ പേരിൽ കടം എഴുതി കൊടുത്തിരിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് അതായത് ചിപ്പിന്റെ താരിഫിന്റെ പേരിൽ ഈ കമ്പനി, അതായത് ചിപ്പിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് താരിഫ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ താരിഫിന്റെ പേരിൽ നിങ്ങൾ ഇത്രത്തോളം എമൗണ്ട് ഞങ്ങൾക്ക് അടയ്ക്കാനുണ്ടല്ലോ ഗവൺമെന്റിന്. അപ്പൊ അത് മുൻകൂട്ടി ജസ്റ്റ് ഒരു നിയമം പാസ്സാക്കിയിട്ട് 10% സ്റ്റേക്ക് എഴുതി മേടിച്ചിരിക്കുകയാണ്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഇതാണ് സംഭവം. ഇത് ഇന്റലിൽ മാത്രമല്ല, ഇതേപോലത്തെ പരിപാടികൾ പല കമ്പനികളിൽ ചെയ്തിട്ടുണ്ട്. ഈ ഇന്റൽ കോർപ്പറേഷന്റെ ഈ ഒരു സ്റ്റേക്ക് പെന്റഗൺ വഴിയാണ് വാങ്ങിച്ചിരിക്കുന്നത് അമേരിക്കൻ ഗവൺമെന്റ്. ഈ US സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനിയിലും ഇതേപോലെ സ്റ്റേക്ക് സ്വന്തമാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ജപ്പാന്റെ നിപ്പോൺ സ്റ്റീൽ അതിനെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ
ട്രംപ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള, അതായത് ഗോൾഡൻ ഷെയർ എന്നുള്ള രീതിയിൽ അതിനകത്ത് ഒരു മെമ്പറായി ചേർന്നിരിക്കുകയാണ് അമേരിക്കൻ ഗവൺമെന്റിനെ ഒരു മെമ്പറായി ചേർത്തിരിക്കുകയാണ്. അതായത് ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നിർണായക തീരുമാനങ്ങൾ, എന്തെങ്കിലും ഷെയർ വിൽക്കണം, ഷെയർ വാങ്ങണം, പുതിയ സ്റ്റേക്ക് ഹോൾഡറെ കൊണ്ടുവരണം, നിർണായകമായ തീരുമാനങ്ങൾ അമേരിക്കൻ ഗവൺമെന്റ് എടുക്കും എന്നുള്ള ഒരു ഇടപെടൽ അവിടെ നടത്തിയിരിക്കുകയാണ്. അതായത് പേയ്മെന്റ് ഇല്ലാത്ത രീതിയിൽ ഒരു ഗോൾഡൻ ഷെയർ ഹോൾഡർ എന്നുള്ള നിലയിൽ അമേരിക്കൻ ഗവൺമെന്റിനെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലതല്ലേ, ഗവൺമെന്റ് ഈ കമ്പനികളിലെല്ലാം ഇടപെട്ട് നല്ല രീതിയിൽ അതിനെ മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇതിന്റെ ഒരു പോയിന്റ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ JP മോർഗനിലും ഇതേപോലെ 5% സ്റ്റേക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതും ഇതേപോലെ ക്രെഡിറ്റ് നോട്ട് എഴുതി കൊടുത്തിട്ടാണ് ഈ സ്റ്റേക്ക് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനികളുടെ എല്ലാം ബോർഡ് മീറ്റിംഗിൽ ഈ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. കാരണം എന്താണ്, ഈ ഗവൺമെന്റ് ഇതേപോലെ ഇപ്പൊ ഞാൻ 3 കമ്പനികളാണ് ഇപ്പൊ ഇതിനകത്ത് എക്സാമ്പിൾ പറഞ്ഞത്. ഇത് അമേരിക്ക കഴിഞ്ഞ ഒരു 4-5 മാസം കൊണ്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയതിനു ശേഷം പല പ്രൈവറ്റ് കമ്പനികളിലും ഇവർ ഇൻവോൾവ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതിന്റെ പേര് വെച്ചാൽ ഈ കമ്പനികളെല്ലാം തന്നെ BPOയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ, ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഡെക്സിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളാണ്. അപ്പൊ ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്, ഈ ഗവൺമെന്റിന് താല്പര്യമുള്ള കമ്പനികൾക്ക് അനുസരിച്ചുള്ള പോളിസികൾ ഇനി ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. അഥവാ ഇനി ഈ ഒരു കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊത്ത രീതിയിൽ പോളിസി മാനേജ്മെന്റ് കൊണ്ടുവരാൻ ഇവർക്ക് കഴിയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ജനങ്ങൾ അമേരിക്കയിലുള്ള ഈ കമ്പനികളെ വിശ്വസിച്ച് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോകുന്നത്? ഇപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ഒരു സുപ്രഭാതത്തിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? അവർ പതിയെ, അതായത് ആക്ച്വൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള അമേരിക്കൻ ഗവൺമെന്റ് കാണിക്കുന്ന പോലെ കടം ക്രെഡിറ്റ് നോട്ട് ഇട്ടിട്ട് ഷെയർ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരല്ല ഞാൻ പറയുന്നത്. ആക്ച്വലി ഫണ്ട് മുടക്കി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരെ എങ്ങനെയാണ് ഇതിനകത്ത് തുടരുക? ഒരു കമ്പനിയുടെ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ്, അതായത് അവരുടെ ഇൻഡിപെൻഡന്റ് ബിസിനസിനെ ബാധിക്കുന്ന വിഷയമാണ് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിന്റെ ഒരു ടൈപ്പിലോട്ട് മാറുകയാണ് അമേരിക്ക. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ സോഷ്യലിസ്റ്റ് അഥവാ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താണ്, അതോറിറ്റേറിയനിസം. ഈ അതോറിറ്റേറിയനിസം ഇപ്പം ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ റിഫ്ലക്ട് ആവുന്നുണ്ട് ത്രൂ ട്രംപ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിലൂടെ ഇനി അടുത്ത ഒരു കലാപരിപാടി കൂടെ ട്രംപ് ചെയ്യുന്നുണ്ട്. അതായത് ഇനി ഒരു മിഡ് ടേം ഇലക്ഷൻ വരാനിരിപ്പുണ്ട് 2026. അപ്പോൾ ആ ഇലക്ഷൻ വരുന്ന സമയത്ത് ഏതാണ്ട് 56% എങ്ങാണ്ട് റിപ്പബ്ലിക്കൻസിന് വോട്ട് വിഹിതമുണ്ട്. പക്ഷേ ഇലക്ടഡ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് ഇല്ല. അപ്പോൾ ഈ ഒരു മിഡ് ടേം ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്കും ട്രംപ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഒരു ഗവൺമെന്റ് എമർജൻസി, ഫെഡറൽ എമർജൻസി കൊണ്ടുവരിക, എന്നിട്ട് ഫെഡറൽ ഗവൺമെന്റ് നേരിട്ട് ഇലക്ഷൻ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുക. അതിന് ഫെഡറൽ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയൊക്കെ അതോറിറ്റേറിയനിസം, ഡിക്റ്റേറ്റർഷിപ്പ് എല്ലാം വരുന്നുണ്ട് ഇതിനകത്ത്. ഫെഡറൽ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അതാത് സ്റ്റേറ്റുകളെ സ്വാതന്ത്ര്യത്തോട് പ്രവർത്തിക്കാൻ വിടാതെ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവരിക. ഇലക്ഷന്റെ വർക്കുകൾ, ഇലക്ഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം തന്നെ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു പരിപാടിയും കൂടെ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഇത് എന്തിനാണ് ട്രംപ് ചെയ്യുന്നത്? ട്രംപ് 2 ദിവസത്തിന് മുമ്പ് മലേഷ്യയിൽ വെച്ച് സംസാരിച്ച സമയത്ത് ഞാൻ 3ാമത്തെ തവണയും ഇലക്ഷനിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടിയിട്ടുള്ള ചില തട്ടിക്കൂട്ട് പരിപാടികളായിട്ടാണ് ഇതിനെ കണക്കാക്കാൻ കഴിയുന്നത്. കാരണം ഇലക്ഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഫെഡറൽ ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് ഇടപെടുന്നുവെങ്കിൽ അതിലേക്കുള്ള നിയമവലികളിൽ മാറ്റം വരുത്തിക്കൊണ്ട് 3ാമത് ഒരു പ്രാവശ്യം കൂടി മത്സരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം ട്രംപിനുണ്ട്. ഇതിന് ശക്തമായ രീതിയിൽ പ്രതിപക്ഷം അവിടെ ഇടപെടുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നിലവിലുള്ള സാഹചര്യം ഇതാണ്. ട്രംപ് ചെയ്യുന്ന ബാക്ക് ഓഫീസ് വർക്കുകളാണ് ഞാൻ ഇവിടെ കൃത്യമായിട്ട് എടുത്ത് ഈ വീഡിയോയിൽ മൊത്തത്തിൽ പറഞ്ഞു വെച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.